ഹലോ ഗായ്സ്, ഞങ്ങൾ ആലപ്പുഴയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോയി. അവിടുത്തെ കാഴ്ചകളും മനോഹരമായ കാഴ്ചകളും ഒക്കെയാണ് കാണുന്നത്. ഡബിൾ ടക്കർ ബോട്ടാണ്. അവിടെ മുകളിലും താഴെയായിട്ട് താഴെ 400, മുകളിൽ 500 രൂപ എന്ന നിരക്കാണ്. പിന്നീട് ബോട്ട് തുടങ്ങുമ്പോഴൊന്നും ആരും ഇരിക്കാറൊന്നുമില്ല സീറ്റിലൊന്നും. എല്ലാവരും അവിടെ ഒരു ബാൽക്കണി പോലുള്ള അവിടെ പോയി നിന്ന് കാഴ്ചകൾ കാണുകയാണ്. പക്ഷേ കാണാൻ നല്ലൊരു കാഴ്ചയാണ്. ഒരാൾക്ക് 600 രൂപ, മുകളിലാണെങ്കിൽ ഒരാൾക്ക് 600 രൂപ, 100 രൂപ ഫുഡ്. അതിനകത്ത് മീൻ കറി, മീൻ വറുത്തത് ഉൾപ്പെടെ ചോറ്. പിന്നീട് ടിക്കറ്റ് 500 രൂപ എന്നതാണ്. 500 രൂപയ്ക്ക് ഒരിക്കലും ഈ യാത്ര നഷ്ടമാവത്തില്ല. 500 രൂപയ്ക്ക് യാത്ര നഷ്ടമൊന്നുമില്ല. അതുപോലെ കാഴ്ചകൾ പ്രത്യേകിച്ച് പറയാനുള്ള അവിടുത്തെ ഗൈഡേഴ്സാണ്. അവർ നമുക്ക് ആകെ ഇറങ്ങുന്നവർ പാതിരാമണലിൽ അവിടെ മാത്രമേ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. അവിടെ കുഞ്ഞുങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ ഇഷ്ടംപോലെ ഉണ്ട്. അടിപൊളി മനോഹരമായ ഒരു യാത്രയാണ്. വൺ ഡേ ടൂർ ഈ വെക്കേഷനൊക്കെ ആയി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി ഒരു കാഴ്ചകൾ മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ്. അവിടെ അരമണിക്കൂർ നമ്മളെ വിടും. അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പാർക്കും അവിടെ അകത്തേക്ക് കയറി പോകാൻ 50 രൂപ പാസ്സുണ്ട്. ആ പാസ്സും കൊടുത്ത് നമ്മളവിടെ പോയി കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നീട് കുഞ്ഞുങ്ങളുടെ സ്റ്റാഫ് തന്നെയാണ്. കാശി മക്കളിങ്ങോട്ട് നീങ്ങിയിരിക്കും. ബോട്ടും എല്ലാം അടി. എന്തായാലും മസ്റ്റ് എല്ലാവരും പോയി ഒന്ന് കാണും. കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു നോക്കുക. അടിപൊളിയാണ്. പോയാൽ നമുക്കൊരിക്കലും നമ്മളെ പൈസ നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുപോലെ നമുക്ക് അത്രയേറെ കാഴ്ചകൾ കാണാനുണ്ട്. അവർ നമ്മൾ ഓരോ ഇടത്ത് നിർത്തി ഇന്ന സ്ഥലങ്ങളാണെന്ന്. പിന്നെ കുട്ടനാടാണെങ്കിൽ തിരിച്ച് നമ്മൾ വരുന്ന കുട്ടനാട് വഴിയാണ്. അവരതെല്ലാം കാണിച്ച് അടുത്ത ചരിത്രങ്ങൾ വരെയും നല്ല രീതിയിൽ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ അവർ ഗൈഡ് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുപോലെ നല്ല ഗൈഡ്സാണ്. നമുക്ക് ഒരിക്കലും നഷ്ടമല്ല. നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോയാൽ നമുക്ക് അവർ നമ്മളെ വിളിക്കും. നമുക്ക് സ്പെഷ്യൽ വല്ലതും ആഹാരമാണെങ്കിലും വേണമെങ്കിൽ അതും വിളിക്കും. അടിപൊളി യാത്ര. പിന്നീട് ഞങ്ങൾ 4 മണിയായപ്പോൾ ഇറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച ബീച്ചിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന്. അപ്പോഴാണ് അവിടെ ഫ്ലവർ ഫെസ്റ്റ് നടക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി. ഒരാൾക്ക് 200 രൂപയാണ് പാസ്. പക്ഷെ അവിടെ അതുപോലെ തന്നെ കാണാനാണെങ്കിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഇത്തിരി ദൂരെയാണ് ഞങ്ങളുടെ നാട്, തേക്കുതോളം എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ വരാൻ വരെയുള്ള ദൂരം, രാത്രി വരുന്നതിൻ്റെ പാടും ബുദ്ധിമുട്ടും ഒക്കെ ആലോചിച്ച് ഞങ്ങൾ മാക്സിമം നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് അത്രയേറെ അവിടുത്തെ കാഴ്ചകളെല്ലാം എടുക്കാനോ കളിക്കാനോ ഒന്നുമുള്ള സമയം അവിടെ കിട്ടിയില്ല. എന്നാൽ പോലും അതും അടിപൊളി ഒരു മസ്റ്റായിട്ട് പോകാൻ പറ്റുന്ന അടിപൊളി കാഴ്ച ഫ്ലവർ ഫെസ്റ്റ്. അവിടുത്തെ ഓരോ കാഴ്ചകളും നമുക്ക് കാണാൻ പോകുന്നവരൊരു കാര്യം ചെയ്താൽ മതി. അവിടെ ഒരു ഡ്രസ്സും കൂടെ കൊണ്ടുപോകണം. വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ മാറാൻ. ഞങ്ങളാണെങ്കിൽ ഇത് അറിഞ്ഞില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സൊക്കെ പിന്നീട് നനഞ്ഞ ഡ്രസ്സുമൊക്കെ ഇട്ടുകൊണ്ടാണ് വീട്ടിൽ വരെ വന്നിട്ടാണ് മാറിയത്. അടിപൊളിയാണ്. വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ കയറ്റാനാണ് പാട്. അല്ലാതെ അവിടെ പിള്ളേർക്ക് കളിക്കാനും ഒക്കെ അടിപൊളിയാണ്. അടിപൊളി യാത്രയും മനോഹരമായ കാഴ്ചകളും വാട്ടർ ഡാൻസും എല്ലാം ഉണ്ട്. രാത്രിയിലൊക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അത്രയും നേരം അവിടെ നിൽക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു. ഫ്ലവർ ഫെസ്റ്റൊക്കെ കാണാൻ മസ്റ്റായിട്ടും കാണാൻ നല്ലൊരു കാഴ്ചയാണ്.
എന്തായാലും ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അടിപൊളിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞാൻ വരും.